ഹരേ കൃഷ്ണ, ജയ ജഗന്നാഥ്. നിങ്ങളിപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ലോകത്തിലെ തന്നെ അസാധാരണമായിട്ടുള്ള ജഗന്നാഥ്പുരി ക്ഷേത്രത്തിലെ ഗോപുരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ലോകമെമ്പാടും ജഗന്നാഥ് രഥയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഗന്നാഥ് ബൽദേവ് സുഭദ്രമായി പേഴ്സണലി ഇപ്പോൾ ജഗന്നാഥ്പുരി ശ്രീമന്ദിറിലില്ല. അവർ 3 പേരും ഇപ്പോൾ ഉള്ളത് ഇന്ദ്രദ്യുമ്ന രാജാവിൻ്റെ പത്നിയായിട്ടുള്ള ഗുണ്ടിജ ദേവിൻ്റെ കൊട്ടാരത്തിലാണ്. ഇനിയിപ്പോൾ 24-ാം തീയതി ഉൾത്താരത്ത് എന്ന രൂപത്തിലാണ് അവർ തിരിച്ച് ശ്രീമന്ദിറിലോട്ട് വരുന്നത്. ആ സമയത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ലീല അവിടെ നടക്കുന്നുണ്ട്. ലക്ഷ്മി ദേവിയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയിട്ടുള്ള ജഗന്നാഥ് 4-5 ദിവസമായിട്ട് കാണുന്നില്ല. ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ ലക്ഷ്മി ദേവി ജഗന്നാഥിന്റെ രഥമൊക്കെ ഉടച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ വന്നെത്തുമ്പോൾ ദാവുജിനെ ഉള്ളിൽ കയറ്റും, അതായത് ബലറാമിനെ ഉള്ളിൽ കയറ്റും, സുഭദ്രാമായനെ ഉള്ളിൽ കയറ്റും. പക്ഷെ ജഗന്നാഥ് വരാൻ നോക്കുമ്പോൾ ലക്ഷ്മി ദേവി വാതിലങ്ങ് അടയ്ക്കും. ആ സമയത്ത് ജഗന്നാഥ് വളരെ എന്താ പറയുക, സോപ്പിടുന്ന രീതിയിൽ ഒരുപാട് സ്വീറ്റായിട്ടൊക്കെ ലക്ഷ്മി ദേവിയോട് സംസാരിക്കും. അപ്പോഴൊന്നും ലക്ഷ്മി ദേവി കേട്ടില്ല. അങ്ങനെ അവസാനം എന്താക്കും, കുറേ രസഗുള അതുപോലെ കുറേ സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് ജഗന്നാഥ് എന്ത് ചെയ്യുക, ലക്ഷ്മി ദേവിൻ്റെ അടുത്ത് പറയുക, ഞാൻ നിനക്ക് കുറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി ദേവി എന്ത് ചെയ്യും, ആ ഒരു വാതിൽ തുറക്കും. അങ്ങനെയാണ് ജഗന്നാഥ് എന്ത് ചെയ്യുന്നത്, ഉൾട്ടാരത്തിന് ശേഷം ശ്രീമന്ദിറിലോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 2 തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. ഒന്ന് ലക്ഷ്മി ദേവിൻ്റെ ആൾക്കാരുണ്ടാവും, അതുപോലെ ജഗന്നാഥിൻ്റെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്നിട്ട് വളരെ മനോഹരമായിട്ട് ആ ഒരു ലീല അവർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. ജയ ജഗന്നാഥ്.